ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദൈവത്തെ സ്നേഹിക്കാത്ത, ദൈവത്തിൽ വിശ്വാസമർപ്പിക്കാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ നടക്കുകയായിരുന്നു. വഴിയിൽ വച്ച് അവർ കാഴ്ചയില്ലാത്ത മുടന്തനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. കാഴ്ചയില്ലാത്ത മുടന്തനോട് ഫ്രാൻസിസ് അസീസി ചോദിച്ചു, നിന്റെ കാഴ്ചശക്തിയും കൈകാലുകളുടെ പ്രവർത്തനവും ഞാൻ പുനഃസ്ഥാപിച്ചാൽ നീ എന്നെ സ്നേഹിക്കുമോ? വളരെയധികം സ്നേഹത്തോടെ ആ മനുഷ്യൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുക മാത്രമല്ല, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിൻ്റെ അടിമയായിരിക്കും. ഇത് കേട്ട ഫ്രാൻസിസ് അസീസി ദൈവത്തെ സ്നേഹിക്കാത്ത തൻ്റെ കൂടെ നടന്നിരുന്ന ആ മനുഷ്യനോട് പറഞ്ഞു, ഞാനിവന് കാഴ്ചശക്തിയും ആരോഗ്യവും നൽകിയാൽ ഈ മനുഷ്യൻ എന്നെ സ്നേഹിക്കും. എന്നാൽ കാഴ്ചശക്തിയും ശക്തമായ കൈകാലുകളും നൽകി നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ നീ എന്തുകൊണ്ടാണ് സ്നേഹിക്കാത്തത്? പെസഹക്കാലം 6-ാം ഞായർ നാം ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തുനാഥൻ നമ്മോട് പറയുന്നത്, യേശുവിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് യേശു നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ യേശു തൻ്റെ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂട്ടായ്മയിൽ നമ്മിൽ വസിക്കുവാൻ തുടങ്ങുമെന്നാണ്. പുറപ്പാട് പുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം കാണുന്നുണ്ട്, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോശ വഴി രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് വിശന്നപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിക്കുന്നതും അവർക്ക് ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് ജലം നൽകുന്നതുമൊക്കെ. എന്നാൽ ദൈവം തങ്ങളോട് കാണിച്ച സ്നേഹത്തിൽ നിന്നെല്ലാം പിന്മാറി അവർ അന്യദൈവത്തെ ആരാധിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവർ മരണത്തിലേക്കാണ് ആനയിക്കപ്പെട്ടത്. നമ്മെ ഓരോരുത്തരെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. ഒരിക്കൽ വിശുദ്ധ അന്തോണീസ് ഒരാളുടെ മൃതസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അയാളുടെ മൃതദേഹം പള്ളിയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് നടത്തിയ ചരമപ്രസംഗത്തിൽ വിശുദ്ധ അന്തോണീസ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ഇയാൾ ഒരിക്കലും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഇയാളുടെ ഹൃദയം വിശ്വാസം അർപ്പിച്ചിരുന്നത് അയാളുടെ അലമാരയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പണത്തിലും സ്വർണത്തിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഹൃദയം ഇപ്പോൾ ഇയാളിലില്ല. ഇയാൾ പണം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇയാളുടെ അലമാരയിലാണ്. ആളുകൾ ഉടനെ തന്നെ അയാളുടെ അലമാര പരിശോധിച്ചപ്പോൾ അയാളുടെ ഹൃദയം പണത്തോടും സ്വർണത്തോടും കൂടെ ഇരിക്കുന്നതായി കണ്ടു. പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കാതെ ദൈവം സൃഷ്ടിച്ച വസ്തുക്കളിൽ നാം നമ്മുടെ മനസ്സും ശരീരവുമൊക്കെ അർപ്പിച്ചു പോയിട്ടുണ്ടത് എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ സൃഷ്ടവസ്തുക്കളിലല്ല, സൃഷ്ടാവായ ദൈവത്തിലാണ് നാം ആശ്രയം വയ്ക്കേണ്ടത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവിൽ ശരണം വയ്ക്കുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിൽ ശരണം വയ്ക്കുന്നവൻ നീർച്ചാലിനരികിൽ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണെന്ന് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 125-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. സിയോൻ പർവ്വതത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. സിയോൻ പർവ്വതത്തിൽ എത്ര കാറ്റും കോളും അടിച്ചാലും അതിന് ഇളക്കം തട്ടുകയില്ല. അതുപോലെ കർത്താവിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ദൈവം അവനെ അതിൽ നിന്നെല്ലാം സംരക്ഷിക്കും. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിനായി സമർപ്പിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങാം. രണ്ടാമതായി ക്രിസ്തുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുമെന്നാണ്. ക്രിസ്തുവിൻ്റെ വചനങ്ങളെല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നു. ബൈബിളിലെ സുവർണ നിയമം അല്ലെങ്കിൽ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യമാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്കും ചെയ്തു കൊടുക്കുവിൻ. അപരനിൽ തന്നെ തന്നെ കാണുവാനുള്ള ഒരു ക്ഷണമാണ് ഈ ഗോൾഡൻ റൂളിലൂടെ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നുവെന്നും സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നുവെന്നും യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അപരനോടുള്ള സ്നേഹം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ വെറുക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 20-21 വാക്യങ്ങൾ. മൂന്നാമതായി ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവവചനം അനുസരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നത് സഹായകനായ പരിശുദ്ധാത്മാവാണ്.
പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളെയും അവരെ പഠിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇന്നത്തെ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഒന്നാമത്തെ വായനയിൽ ഒരു തർക്കം നാം കാണുന്നുണ്ട്. വിജാതിയരല്ലാത്ത ആളുകൾ ക്രിസ്തുശിഷ്യനായി തീർന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ യഹൂദരെ പോലെ പരിച്ഛേദനം സ്വീകരിച്ചുകൊണ്ട് ആദ്യം വിജാതീയനായി തീരണമെന്നും പിന്നീട് മാത്രമേ ക്രിസ്തുശിഷ്യനായി തീരാൻ പാടുള്ളൂ എന്നും ഒരു കൂട്ടം ആളുകൾ ശാഠ്യം പിടിക്കുന്നതുകൊണ്ട് അതൊരു പ്രശ്നത്തിലേക്ക് വഴിതെളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ബർണബാസും പൗലോസും ജെറൂസലേമിൽ വെച്ച് ആദ്യത്തെ സിനഡ് വിളിച്ചു കൂട്ടുന്നതായി നാം കാണുന്നു. ക്രിസ്ത്യാനിയായി രക്ഷിക്കപ്പെടാൻ വിജാതിയർ ആദ്യം യഹൂദന്മാരാകേണ്ടതില്ലെന്ന് ഒരു തീരുമാനമെടുക്കുകയും നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണെന്നും വ്യക്തമാക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വായനയിൽ സഭയെ സ്വർഗീയ ജെറൂസലേമായി ചിത്രീകരിക്കുന്നു. സ്നേഹത്തിൽ ഐക്യപ്പെട്ട സ്വർഗീയ ജെറൂസലേമിൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടും വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രകാശം നൽകാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമില്ല. കാരണം ദൈവം തന്നെ പ്രകാശമായി നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം കൂരിട്ട് നിറയുമ്പോൾ പരിശുദ്ധാത്മ ചൈതന്യം നമ്മളിൽ നിറയുമെന്നും നമ്മുടെ വഴികൾ പ്രകാശപൂർണ്ണമാകുമെന്നും ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാകാം. ദൈവം എത്രമാത്രം പരിപാലിച്ചിട്ടും ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാത്ത നാം ആദ്യം കേട്ട മനുഷ്യനെ പോലെ ആകാതെ നമ്മെ ഓരോ നിമിഷവും പരിപാലിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങാം. ദൈവവചനം അനുസരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ ജീവിക്കുന്ന ദൈവത്തെ ദർശിച്ചുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ വേദനിക്കുന്നവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരാകാം. അങ്ങനെ നമ്മുടെ ജീവിതം സ്നേഹത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും സ്നേഹമായി പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം നൽകുന്ന സമാധാനം നമുക്ക് അനുഭവിക്കുവാനും സാധിക്കും. മറക്കാതിരിക്കാം ദൈവവചനം. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ആമേൻ.